ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന ആദ്യപാദ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ റയലിന് ഒരു വലിയ തോൽവിയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് മത്സരത്തിൽ ആഴ്സണൽ റയലിനെ പരാജയപ്പെടുത്തിയത്. ഡക്ലാൻ റൈസാണ് ഈ മത്സരത്തിൽ ആഴ്സണലിന് വേണ്ടി തിളങ്ങിയിട്ടുള്ളത്. 2 ഡയറക്റ്റ് ഫ്രീ കിക്ക് ഗോളുകൾ നേടാൻ റൈസിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മികവ് തന്നെയാണ് റയലിനെ തോൽപ്പിച്ചിട്ടുള്ളത്. എന്നാൽ റയലിനെ ഒരു കാരണവശാലും എഴുതി തള്ളാൻ റൈസ് ഇപ്പോൾ ഒരുക്കമല്ല. അതായത് ബെർണാബുവിൽ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ സംഭവിച്ചേക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. റയൽ മാഡ്രിഡ് തിരിച്ചു വരാനുള്ള സാധ്യതകളെ അദ്ദേഹം തള്ളിക്കളയുന്നില്ല. റൈസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ മത്സരം വിജയിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു ബോധ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. രണ്ടാം പകുതിയിൽ ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ ഗോളുകൾ നേടാൻ കഴിഞ്ഞു. മത്സരശേഷം പരിശീലകൻ ഞങ്ങളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്: നമ്മൾ ഇപ്പോൾ 3 ഗോളുകൾക്ക് വിജയിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ വ്യക്തിഗത മികവ് അല്ലെങ്കിൽ ആ ഒരു താരങ്ങൾ പേടിപ്പെടുത്തുന്നതാണ്. സാന്റിയാഗോ ബെർണാബുവിൽ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചേക്കാം. എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങൾക്ക് സെമി ഫൈനലിൽ എത്തേണ്ടതുണ്ട്. ഇതാണ് റൈസ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു രണ്ടാം പാദ മത്സരത്തിലും ആഴ്സണൽ മികച്ച രൂപത്തിൽ കളിക്കും. സെമി ഫൈനൽ തന്നെയാണ് തങ്ങളുടെ ഒരു അന്തിമ ലക്ഷ്യം എന്നൊക്കെയാണ് ഇദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏതായാലും ഏപ്രിൽ 17-ാം തീയതി അർദ്ധരാത്രിയാണ് ആഴ്സണലും റയലും തമ്മിലുള്ള രണ്ടാം പാദ മത്സരം നടക്കുക. സാന്റിയാഗോ ബെർണാബുവിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.